ഓം ശാന്തി. അസംതൃപ്തിയുടെ കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ പറയില്ലേ, എന്താണെന്നറിയില്ല, ആകെ അസംതൃപ്തിയാണ്, തൃപ്തിയില്ലാത്തൊരു ജീവിതം. അസംതൃപ്തിയുടെ കാരണക്കാരായിട്ട് നമുക്ക് പലപ്പോഴും പലരിലേക്ക് നമ്മുടെ വിരലുകൾ പോവും. ഇവരാണ് ഇവരാണ് ഇവരാണ്. ചിലപ്പോൾ കൂടെയുള്ളവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ ദൂരെയുള്ളവരിലേക്കായിരിക്കും ചൂണ്ടണത്. ചിലപ്പോൾ വ്യക്തികളൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, നമുക്ക് ചില സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. പൈസ ആയിരിക്കാം കാരണം, അല്ലെങ്കിൽ പദവിയുടെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം. പല കാരണങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടും. ഈ കാരണങ്ങൾ കൊണ്ട്, ഈ നേട്ടമില്ലായ്മകള്, വിചാരിച്ചത് നടന്നില്ല, അതുകൊണ്ട് അസംതൃപ്തി. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ നമ്മൾ കാരണങ്ങളായിട്ട്, എൻ്റെ അസംതൃപ്തിക്ക് കാരണങ്ങളായിട്ട് നമ്മൾ ചൂണ്ടുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ ആ നിറവ്, തൃപ്തി മീൻസ് ഒരു നിറവാണല്ലോ, നിറവിൽ നിന്നാണ് സംതൃപ്തി ഉണ്ടാക്കുക. അപ്പൊ നിറവിലുള്ള ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ. ആ കുറവുകള് നമ്മൾ ചൂണ്ടുന്നത് വ്യക്തിയിലോ വസ്തുവിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ കുറവുകള് വസ്തുവും വ്യക്തിയും കാരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ആ വസ്തുവിലും വ്യക്തിയും കാരണമായിട്ട് തന്നെ നമുക്ക് ആ കുറവ് ഫീൽ ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലെ ചില കുറവുകൾ കൊണ്ടാണ്. ആ കുറവ് ഒരു പക്ഷേ നമ്മുടെ ദൗർബല്യങ്ങളാക്കാം. ആ കുറവ് ഒരു പക്ഷേ നമ്മുടെ ചില ദുശീലങ്ങളാക്കാം. ആ കുറവ് ഒരു പക്ഷേ നമ്മുടെ ചില ദുർബല സംസ്കാരങ്ങളാക്കാം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ സിറ്റുവേഷൻ ഒരു വീട്ടിലുണ്ടാകുന്ന സമയത്ത് 4 വ്യക്തികൾക്ക് മുന്നിൽ ഒരേ സാഹചര്യം വരുമ്പോൾ ആ ഒരേ സാഹചര്യം 4 വ്യക്തികൾ ഫേസ് ചെയ്യുന്നത് 4 രീതിയിലാണ് അല്ലേ. ആ സാഹചര്യത്തിൽ ചിലർ ഡിസ്റ്റർബ് ആകും, ചിലർ വളരെ കാമായിട്ടിരിക്കും, ചിലർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലാത്തതുപോലെ ഇരിക്കും അല്ലേ. എന്താ കാര്യം? അവരവരുടെ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചാണ് ആ സാഹചര്യം ഒന്നാണെങ്കിലും അത് ഫേസ് ചെയ്യുന്ന രീതി, ഹാൻഡിൽ ചെയ്യുന്ന രീതി, ആ സാഹചര്യത്തെ കാണുന്ന രീതി, അഭിമുഖീകരിക്കുന്ന രീതി, അതെല്ലാം വ്യക്തിഗതമാണ്. അപ്പൊ നമ്മൾ ജീവിതയാത്രയിൽ നോക്കുകയാണെങ്കിൽ വ്യക്തിഗതമായി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ എത്ര തന്നെ അസംതൃപ്തിയുടെ കാരണമായിട്ട് അച്ഛനെ പറഞ്ഞാലും ഹസ്ബൻഡിനെ പറഞ്ഞാലും വൈഫിനെ പറഞ്ഞാലും മക്കളെ പറഞ്ഞാലും നമുക്ക് ആ കാരണങ്ങളിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ഹസ്ബൻഡിനെ മാറ്റോ, മക്കളെ മാറ്റോ, സാഹചര്യം മാറ്റോ, വീടിന്റെ അവസ്ഥ, ഇവിടെയൊന്നും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇവര് കാരണം. ശരി, അവര് കാരണമാണ്, അവരും ഒരു കാരണക്കാരായിരിക്കാം. പക്ഷെ ആ മേഖലകളിലൊന്നും എനിക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റില്ല, പരിഹാരം ഉണ്ടാക്കാനും പറ്റില്ല. പക്ഷെ എന്നും പരാതി പറഞ്ഞ് നമുക്ക് അസംതൃപ്തരായി ജീവിത അവസാനം വരെ നമുക്ക് അസംതൃപ്തിയോടെ, അസന്തുഷ്ടതയോടെ പോവുകയാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം മരണവും നമ്മളോട് ചോദിക്കാതെ കടന്നു വരും അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് തൃപ്തിയോടെ ജീവിക്കണമെങ്കിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല എവിടെയാണ്? എന്നിലാണ്. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, വസ്തുക്കളും സാധനങ്ങളും പൈസയൊക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ കുടിലേ ഉണ്ടാവും, കുഞ്ഞു വീട്ടിലായിരിക്കാം, വളരെ സിമ്പിൾ ലൈഫായിരിക്കാം, സാധനങ്ങളും സാമഗ്രികളും വളരെ കുറവായിരിക്കാം. പക്ഷെ വളരെ സംതൃപ്തിയോടെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അല്ലേ. അപ്പോൾ സാധനങ്ങളോ സാമഗ്രികളോ നേട്ടങ്ങളോ അല്ല യഥാർത്ഥത്തിൽ. അത് മാത്രമല്ല നമ്മുടെ അതൊന്നും വേണ്ട എന്ന് പറയല്ല. പക്ഷേ അതൊക്കെ നമ്മുടെ സംതൃപ്തിയുടെ അളവുകോലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം നമുക്ക് തൃപ്തരായി മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രവർത്തിക്കുക, അതിനുള്ള നേട്ടങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും, പ്രയത്നത്തിനുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ തൃപ്തി എന്ന് പറയുന്നത് ബാഹ്യമായ ഈ സാധനങ്ങൾ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിലൂടെ മാത്രം കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കരുത്. ആ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്.
ആ ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ അവസ്ഥയാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഊർജമാണ്. ആ ഊർജം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഫീലിംഗ് നമുക്കുണ്ടാക്കുന്ന ഒരു ഹീലിംഗ് ആണ് സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പൊ ആ തൃപ്തിയുടെ ഫീലിംഗ് ഉണ്ടായി, ഹീലിംഗ്, തൃപ്തി എന്ന ഒരു ഹീലിംഗ് സ്റ്റേജ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഓട്ടകള്, കുറവുകളുടെ സുഷിരങ്ങളാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടത്. പറയാറില്ലേ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പാത്രം നിറയുന്നതേ ഇല്ല. എത്ര നിറച്ചിട്ടും നിറയുന്നില്ല. എന്താ കാര്യം? നിറയ്ക്കുന്നത് നമ്മൾ എഫർട്ട് എടുക്കാതിരിക്കുന്നില്ല, പക്ഷെ പാത്രത്തിൽ നോക്കുമ്പോൾ നിറയുന്നില്ല. കാരണം പാത്രത്തിൻ്റെ അടിയിൽ ഓട്ടയുണ്ടായിരുന്നു. ആ ഓട്ട അടയ്ക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല, നിറയ്ക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഓട്ട അടയ്ക്കുന്നതിൽ ശ്രദ്ധയില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കണേ. എല്ലാം വാരിക്കൂട്ടാൻ തൃപ്തിക്ക് അതും കൂടിയായ ശരിയായ, ഇതും കൂടി, വീടായ, കാറായ, ഭാര്യയായ, കുട്ടിയായ, പേരക്കുട്ടിയായ, നമ്മൾ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലേ, ഇതും കൂടിയായ ഞാൻ സംതൃപ്തനാക്കും. എല്ലാം വാരിക്കൂട്ടി നിറച്ചുകൊണ്ടിരിക്കുന്നതിൽ ശ്രദ്ധയുണ്ട്, പക്ഷേ ഓട്ടയടയ്ക്കുന്നതിൽ എവിടെയൊക്കെ ഹോൾസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുക. നമ്മുടെ തന്നെ ഉള്ളിലെ ഓട്ടകൾ ഏതൊക്കെയാണ് അത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുകയും ആ ഓട്ടകൾ അടയ്ക്കാൻ, ഹോള് കണ്ടുപിടിക്കുക മാത്രമല്ല, പക്ഷെ ആ ഹോൾസ് അടയ്ക്കാനും നമുക്ക് കഴിയുമല്ലോ. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുക. അതിനാൽ നിത്യസത്സംഗിയായി മാറും. നമുക്ക് നമ്മുടെ കുറവുകളെ പരിഹരിച്ച് ആന്തരികമായ നിറവിലൂടെ സംതൃപ്തിയുടെ ഫീലിംഗ്, ഒരു ഹീലിംഗ് നമുക്ക് നൽകും. ഓം ശാന്തി.